തീർച്ചയായിട്ടും ജിൽസി, ഇന്ന് പ്രധാനമായിട്ടും സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഒരു സംഘർഷഭരിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നേരത്തെ ഷംന അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ കോതമംഗലത്ത് ഇന്നലെ ഉണ്ടായ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അരങ്ങേറിയിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ചയുണ്ടാകും. ആ തുടർച്ച മാത്യു കുളനാടനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ മാത്രമല്ല, ഇന്ന് KSU ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ ബന്ധമാണ്. അതായത് സംസ്ഥാന വ്യാപകമായി പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ KSU സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിനെതിരെ പോലീസ് നടപടി ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് നടത്തിയത് അക്രമമാണെന്നും ഒക്കെ ആരോപിച്ചുകൊണ്ട് ഇന്ന് KSU സംസ്ഥാന വ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇതേ വിഷയത്തിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് കൂടിയിട്ടാണ് കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റുമാർ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജെബി മേത്തർ, KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയർ തുടങ്ങിയവർ ഈ 3 പേരും ഇന്നലെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഉയർത്തുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ സിദ്ധാർത്ഥിന്റെ മരണം CBIക്ക് വിടുക, CBI അന്വേഷിക്കണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഡീൻ അടക്കമുള്ളവരെ പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കണം. അതുമാത്രമല്ല, ഈ കൽപ്പറ്റ മുൻ MLA CK ശശീന്ദ്രൻ ഈ കേസിൽ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ CK ശശീന്ദ്രനെതിരെ കൂടി നടപടിയെടുക്കണം എന്നുള്ള ആവശ്യം കൂടി ഇവർ ഉയർത്തുന്നുണ്ട്. അങ്ങനെ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇന്ന് KSU സെക്രട്ടേറിയറ്റ് മാർച്ച് കൂടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോടുകൂടി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്നലെ മാത്യു കുളനാടനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കൂടി കണക്കിലെടുത്താൽ പോലീസിനെതിരെയാണ് പൊതുവെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഉടലെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊന്ന്, കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി കൂടിയാണ്. അദ്ദേഹം നെടുമങ്ങാട്, അതായത് സിദ്ധാർത്ഥിന്റെ വീടുള്ള നെടുമങ്ങാട് ഇന്ന് രാവിലെ 10 മണി മുതൽ ഈ CBIക്ക് അന്വേഷണം വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സത്യാഗ്രഹം ആരംഭിക്കാൻ പോവുകയാണ്. ഇതാണ് ഈ സിദ്ധാർത്ഥിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്ന വിവരങ്ങൾ. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ ഇങ്ങനെയാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ശമ്പള പ്രതിസന്ധിയാണ്. അതായത് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഇന്നലെ മുതൽ സമരം ആരംഭിച്ചിട്ടുണ്ട്. ശമ്പളം വൈകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണിത്. ആ സമരം ഇന്നും തുടരുകയാണ്. സർവീസ് സംഘടനകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ശമ്പളം ഇന്നലെ മുതൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ശമ്പളം പൂർണ്ണമായി കിട്ടിയതിനു ശേഷം മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ള കർശന നിലപാടിൽ തന്നെയാണ് സർവീസ് സംഘടനകൾ നിൽക്കുന്നത്. ആ സമരവും ഇന്ന് തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഇന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ഹരിനായർ ചുമതലയേൽക്കുകയാണ്. നടപടിക്രമങ്ങൾ, ചടങ്ങുകളൊക്കെ തന്നെ രാജ്ഭവനിൽ ഇന്ന് നടക്കും. മറ്റൊന്ന്, പേട്ടയിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടുകൊണ്ട് DNA ടെസ്റ്റിൽ കുട്ടിയുടെ മാതാപിതാക്കൾ ഒപ്പമുള്ളവർ തന്നെയാണ് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇവർക്ക് കുട്ടിയെ കൈമാറാനുള്ള നടപടിക്രമങ്ങളും ഇന്ന് നടക്കും. ജിൽസി.